സിന്ദൂരം. രചന ജാസ്മിൻ. അവതരണം സാലിം കരുളായി. നന്ദു ബാത്റൂമിൽ കയറി കുളിക്കുകയൊന്നും ചെയ്യാതെ ഇട്ടിരുന്ന സാരി തന്നെ വലിച്ചു ചുറ്റി. പിന്നെ കുത്താതെ സാരി ഷോൾഡറിലേക്ക് വലിച്ചിട്ട് കൂട്ടിപ്പിടിച്ചുകൊണ്ട് ഇടുപ്പിലായി കുത്തിക്കൊണ്ട് ധൃതിയിൽ താഴേക്ക് ഇറങ്ങിക്കൂടി. സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ തന്നെ കണ്ടു എല്ലാവരും കൂടെ ദത്തന്റെ റൂമിൽ നിൽക്കുന്നത്. ഉച്ചത്തിൽ സേതുമ്മയുടെ കരച്ചിലും അവളുടെ ചെവിയിൽ കേട്ടു. ഒന്നും നോക്കാതെ അവൾ വേഗത്തിൽ അങ്ങോട്ടേക്ക് നടന്നു. വാതിൽക്കൽ തന്നെ നിന്ന് അകത്തേക്ക് നോക്കുന്ന അജുവിനെയും അബിയെയും ശ്രദ്ധിക്കാതെ അവൾ വേഗത്തിൽ മുന്നോട്ട് നടന്നു. നന്ദുവിനെ കണ്ടതും അബിയുടെ കണ്ണുകൾ വിടർന്നു. കഴുത്തിന്റെ ബാക്കിറങ്ങിയ ജാക്കറ്റ് ആയതുകൊണ്ട് തന്നെ അവളുടെ പുറം കാണാം. അലങ്കോലമായി ചുറ്റിക്കെട്ടിയത് കൊണ്ട് ആകെ ഇടുപ്പും വയറിന്റെ ഭാഗവുമൊക്കെ നല്ല രീതിയിൽ കാണുന്നുണ്ട്. നന്ദു വേഗത്തിൽ സേതുമ്മയുടെ അടുത്തേക്ക് നീങ്ങി നിന്നു. എല്ലാവരും ഉണ്ട്. രാവണിയും പാർവതിയും പത്മയും രാധികയും സൂര്യനാരായണനും എല്ലാവരും ഉണ്ട്. ദത്തൻ മുത്തശ്ശന്റെ നെഞ്ചിൽ കിടന്നുകൊണ്ട് വെള്ളം കുടിക്കുകയാണ്. ആകെ വിയർത്തൊലിച്ചിട്ടുണ്ട്. ജീത്തുവിനെ വിളിച്ച് ഹോസ്പിറ്റലിലേക്ക് വരാൻ പറ, നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോകാം. സൂര്യനാരായണൻ അതും പറഞ്ഞുകൊണ്ട് ദത്തനെ ചേർത്ത് പിടിച്ചുകൊണ്ട് റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. ദത്തൻ നെഞ്ചൊഴിഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് കട്ടിലിന്റെ ഓരം ചേർന്ന് നിൽക്കുന്ന സേതുവിനെ നോക്കി മുന്നോട്ട് നടന്നു. വാതിൽക്കലെത്തിയതും ദത്തനെ തന്നെ നോക്കി നിൽക്കുന്ന അജുവിന്റെ കൈകളിൽ ദത്തൻ അമർത്തി പിടിച്ചു. ഈ പോക്കിൽ ഞാൻ തിരിച്ചു വന്നിട്ടില്ലെങ്കിൽ എന്റെ സേതുമ്മയെ നീ നോക്കണം. ആരും കേട്ടില്ല ദത്തൻ പറഞ്ഞത്. അത്രയും പതുക്കെ അവന്റെ ചെവിയിൽ പറഞ്ഞു. സൂര്യനാരായണൻ രണ്ടുപേരെയും നോക്കി ദത്തനെ പിടിച്ചുകൊണ്ട് പുറത്തേക്ക് നടന്നു. മോളെ, ഞാനും പോട്ടെ, എന്നെ കൊണ്ടുപോകാൻ പറ. സേതമ്മ നന്ദുവിനെ നോക്കി കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അതിന്റെ ആവശ്യമൊന്നുമില്ല, എല്ലാവരും കൂടെ പോയിട്ട് എന്തിനാ, അവിടുത്തെ സാഹചര്യം നോക്കിയിട്ട് പിന്നെ പോകാം. പാർവതി ശബ്ദം ഉയർത്തി പറഞ്ഞതും നന്ദപുരൊന്ന് തുറിച്ചു നോക്കി. എന്തൊരു ജന്മമാണോ ഇതൊക്കെ, മരിച്ചു പോകേണ്ടി രാക്ഷസി, ഇതിനങ്ങ് കൊന്നു കളഞ്ഞാലോ. എന്താടി നോക്കി പേടിപ്പിക്കുന്നത്? 2 ദിവസമായി അവന് സ്നേഹം നിറഞ്ഞ് കവിയായിരുന്നല്ലോ. ഇതിനെ സ്നേഹിക്കാൻ കൊള്ളില്ല, അതാണ് അവൻ ഇങ്ങനെയൊരു. പാർവതി നന്ദവനെ നോക്കി പറഞ്ഞ് പൂർത്തിയാക്കിയില്ല. അതിനു മുന്നേ തന്നെ നന്ദുവിന്റെ കൈ അവരുടെ കഴുത്തിൽ അമർന്നിരുന്നു. മുത്തശ്ശനെയും അവിടെ നിൽക്കുന്ന ആരെയും നന്ദു ഒരു നിമിഷം നോക്കിയില്ല. ഓട്ടിക്കറിയുന്ന സേതമ്മയുടെ കരച്ചിൽ മാത്രമേ അവൾ ആ നിമിഷം കേട്ടുള്ളൂ. നിങ്ങളുടെ ഈ എല്ലില്ലാത്ത നാവ് കൊണ്ട് വായിൽ തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞാലുണ്ടല്ലോ, ഞെക്കിയങ്ങ് കൊല്ലും ഞാൻ. അതും പറഞ്ഞുകൊണ്ട് പാർവതിയെ ഒരു കത്തുന്ന നോട്ടം നോക്കിക്കൊണ്ട് അവൾ അവരുടെ കഴുത്തിൽ നിന്നും കൈയെടുത്തു. എല്ലാവരുടെയും മുന്നിൽ നിന്ന് അവൾ അങ്ങനെ ചെയ്യുന്ന അജു പോലും വിചാരിച്ചില്ല എന്നതാണ് സത്യം. നിങ്ങളുടെ ചിലയൊക്കെ ആ തള്ളയോട് മതി, അലതെന്റെ സേതുമ്മയുടെ നേരെങ്ങാനും നിങ്ങളുടെ ഈ പിഴച്ച നാക്ക് പൊന്തിയാലുണ്ടല്ലോ. നിർത്തടി ചൂലേ, നീ ആരാന്നാടി നിന്റെ വിചാരം? നിന്നെ. നന്ദുവിന് നേരെ രാവണി ചീറിക്കൊണ്ട് പറഞ്ഞതും നന്ദവിടെ നേരെ കൈ ഉയർത്തി തടഞ്ഞു. അല്ലെങ്കിൽ തന്നെ തള്ളയെ അങ്ങ് കൊന്നു കളഞ്ഞാലോ എന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുന്ന നേരാണ് തള്ള നിന്ന് തുള്ളുന്നത്. എന്റെ കണ്ണിന്റെ മുന്നിൽ നിന്ന് മാറി നിന്നോ, അല്ലെങ്കിൽ അറിയാലോ എന്നെ കൈയും കാലും പൊടിച്ച് ഈ വീടിന്റെ വല്ല മൂലക്കിലും വിടും ഞാൻ. അതും പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ടിരുന്ന സേതുമ്മയുടെ കൈയും പിടിച്ചുകൊണ്ട് നന്ദു മുന്നോട്ട് നടന്നു. പോകുന്ന പോക്കിൽ അവളെ തന്നെ നോക്കി നിൽക്കുന്ന മുത്തശ്ശനെ അവൾ കാത്തുന്ന കണ്ണുകളോടെ നോക്കി. കുടുംബം നോക്കാൻ അറിയില്ലെങ്കിൽ വല്ല കാശിക്ക് പൊക്കൂടെ നിങ്ങൾക്ക്? മുഖത്തടിച്ച് പോലെയുള്ള അവളുടെ വാക്കുകൾ ആരിൽ നിന്നും ഇതുവരെ കേൾക്കേണ്ടി വന്നിട്ടില്ല അപമാനം. അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറയുന്നതിനോടൊപ്പം തലയും താഴ്ന്നു. അജു പല്ല് കടിച്ചുകൊണ്ട് നന്ദുവിനെ നോക്കി. പെണ്ണിന് ദേഷ്യം വന്നാൽ പിന്നെ കണ്ണു മൂക്കും ഒന്നുമില്ല. വായിൽ എന്താണോ തോന്നിയത് അത് പറയും. അവിടെ അവൾ ആരെയും നോക്കില്ല. അജുവേട്ടൻ വരുന്നുണ്ടോ? അവളെ നോക്കി നിൽക്കുന്നവനെ നോക്കിക്കൊണ്ട് സേതുമ്മയുടെ കൈയും പിടിച്ചുകൊണ്ട് അവൾ മുന്നോട്ട് നടന്നു. സേതുമ്മ എല്ലാവരെയും നോക്കിക്കൊണ്ട് മുന്നോട്ട് നന്ദുവിന്റെ കൂടെ നടന്നു. അബി അവന്റെ മുന്നിൽ നിൽക്കുന്ന സേതുവിനെ തന്നെ നോക്കി. എന്തൊരു ചന്തമുള്ള പെണ്ണാണ്, അതുപോലെ തന്നെയാണ് സംസാരവും. തീ പാർന്ന പോലെ, ആരെയും പേടിയില്ലാതെ അഹങ്കാരിയായ തൻ്റെടിയായ ഒരു പെണ്ണ്. നന്ദു അജുവിനെ നോക്കിക്കൊണ്ട് സേതുമ്മയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു. അജു മുത്തശ്ശന്റെ മുഖത്തേക്ക് നോക്കി. ആ കണ്ണുകൾ നിറഞ്ഞിരുന്നു. എന്തോ ആ മുഖത്തേക്ക് നോക്കാനാവാതെ അജു കണ്ണുകൾ മാറ്റി നേരെ നോക്കിയത് മുകളിലേക്ക് സ്റ്റെപ്പ് കയറി പോകുന്ന നന്ദുവിനെ തന്നെ നോക്കി നിൽക്കുന്ന അബിയുടെ മുഖത്തേക്കാണ്. അബിയാണെങ്കിൽ ചുറ്റുമുള്ളതൊന്നും അറിയാതെ നന്ദുവിനെ തന്നെ നോക്കി നിൽക്കുകയാണ്. ജീവിതത്തിൽ ആദ്യമായാണ് ഇതുപോലൊരു പെണ്ണിനെ കാണുന്നത്. പക്ഷേ അതിന്റെ കൗതുകമായിരുന്നില്ല അവന്റെ കണ്ണുകളിൽ. ഒരുതരം മാർത്തി പിടിച്ച ഭാവം. അബിയുടെ നോട്ടം കണ്ടതും അജു കൈമുഷ്ടി ചുരുട്ടി പിടിച്ചു. നന്ദു കണ്ണിൽ നിന്നും മറഞ്ഞതും അബി കണ്ണുകൾ മാറ്റി നേരെ നോക്കിയത് അവനെ തന്നെ നോക്കി ദഹിപ്പിക്കുന്ന അജുവിന്റെ മുഖത്തേക്കാണ്. അബി ആദ്യം ഒന്ന് ഞെട്ടി. എന്തോ അജുവിന്റെ കണ്ണുകളിലെ മുഖത്തെ ഭാവം അതൊക്കെ വല്ലാതെ തറഞ്ഞു നിൽക്കുന്നത് പോലെ. പിന്നെയാണ് ചെറുക്കിന് ബുദ്ധിയില്ലല്ലോ എന്ന ചിന്ത വന്നത്. അത് വന്നതും അജുവിനെ ഒന്ന് നോക്കി പുച്ഛിച്ചുകൊണ്ട് അവൻ റൂമിൽ നിന്നും പുറത്തേക്ക് നടന്നു. അജുവിനോട് എന്തോ പറയാൻ അബിക്കുണ്ടെങ്കിലും എല്ലാവരും നോക്കി നിൽക്കെ പറയാതെ അവൻ മുന്നോട്ട് നടന്നു. അവൻ പോകുന്നത് നോക്കിക്കൊണ്ട് അജു സ്റ്റെപ്പ് കയറി മുകളിലേക്ക് നടന്നു.
നന്ദു സേതമ്മയും കൊണ്ട് അവളുടെ റൂമിലേക്കാണ് നടന്നത്. സേതമ്മ, കുറച്ച് നേരം ഇവിടെ ഇരിക്ക്, ഞാൻ കുളിച്ച് മാറ്റട്ടെ, എന്നിട്ട് നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം. ഏത് ഹോസ്പിറ്റലാണെന്ന് അറിയില്ലല്ലോ. അതൊക്കെ നമുക്ക് ജിത്തുവേട്ടനെ വിളിച്ച് ചോദിക്കാം. കരയണ്ട, ഞാനില്ലേ, പേടിക്കണ്ട, വലിച്ചിനൊന്നും പറ്റില്ല. സേതമ്മയുടെ കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് നന്ദു പറയുമ്പോൾ സേതമ്മ അവളെ വേദനയോടെ നോക്കി. നന്ദു വേഗത്തിലൊരു ചുരിദാർ വലിച്ചെടുത്ത ശേഷം ബാത്റൂമിൽ കയറി. കുളിച്ചു മാറ്റി ഇറങ്ങുമ്പോൾ സേതമ്മയോട് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് സമാധാനിപ്പിച്ചുകൊണ്ട് അജു ഉണ്ടായിരുന്നു. അജുവേട്ടനുണ്ടെങ്കിൽ റെഡിയായിക്കോ, നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാം. നന്ദു പറയുമ്പോൾ അജു അവളെ നോക്കിയ ശേഷം ഷെൽഫ് തുറന്ന് ഡ്രസ്സ് എടുത്ത് ബാത്റൂമിൽ കയറി. അജു ഇറങ്ങിയത് 3 പേരും കൂടെ ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങി. നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഇത്ര പേരുടെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവരും എന്തിനാ? നന്ദുവും സേതുവും അജുവും ഹോസ്പിറ്റലിലേക്ക് എത്തിയതും സൂര്യനാരായണൻ അവരുടെ അടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു. സേതമ്മ അതൊന്നും ശ്രദ്ധിക്കാതെ ICUവിലേക്ക് തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. ഞങ്ങൾ തിരിച്ചു പോകാണ് വല്യച്ച, പക്ഷേ സേതമ്മ ഇവിടെ വേണം. ഭർത്താവിന് വയ്യാതാവുമ്പോൾ ഭാര്യയല്ലേ അടുത്ത് വേണ്ടത്, അത് കഴിഞ്ഞിട്ടല്ലേ ബാക്കിയുള്ളവരൊക്കെ. നന്ദു അയാളുടെ മുഖത്തേക്ക് നോക്കി ഇത്തിരി കടുപ്പത്തിൽ തന്നെ പറഞ്ഞു. ഇത്ര ബുദ്ധിയില്ലാത്തവന്മാരാണ് ഇവരൊക്കെ, പൊട്ടന്മാർ. ആരൊന്നും മിണ്ടിയില്ല. ജിത്തു സേതുമ്മയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ചെയറിലിരുന്നു. ഡോക്ടർ എന്തെങ്കിലും പറഞ്ഞോ? അജി ജിത്തുവിൻ്റെ അടുത്തിരുന്നു കൊണ്ട് പതിയെ ചോദിച്ചു. നന്ദു അജുവിൻ്റെ അടുത്തേക്ക് ഇരുന്നു. ഒന്നും പറഞ്ഞില്ല, കൊണ്ടുവന്നപ്പോൾ ICUവിലേക്ക് കയറ്റിയതാ, നോക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞു. ജിത്തു പറയുമ്പോൾ ആരൊന്നും മിണ്ടിയില്ല. എല്ലാവരും പരസ്പരം നോക്കാതെ മിണ്ടാതിരുന്നു. സമയം മുന്നോട്ട് പോയതും ICU ഡോർ തുറന്ന് ഡോക്ടർ പുറത്തേക്ക് വന്നു. എല്ലാവരും ചെയറിൽ നിന്ന് എഴുന്നേറ്റു. അറ്റാക്കായിരുന്നു, 2 ബ്ലോക്ക് ഉണ്ട്, ഉടനെ ഒരു ഓപ്പറേഷൻ വേണ്ടി വരും. ഡോക്ടർ ഓരോന്ന് വിവരിച്ച് പറഞ്ഞതിൽ നിന്നും സേതുമ്മ കേട്ടത് അത് മാത്രമായിരുന്നു. ചുറ്റുമുള്ളതൊന്നും കേൾക്കുന്നില്ല. ആകെ ഒരു തല കറങ്ങുന്ന പോലെ. വീഴാൻ പോയ സേതുവിനെ നന്ദു താങ്ങി പിടിച്ചുകൊണ്ട് ചെയറിലിരുത്തി. ഈ സമയം കൂട്ടിനൊരാളില്ലാതെ എങ്ങനെ ഈ അവസ്ഥയിൽ സേതുമ്മയെ ഒറ്റക്കാക്കി പോകും? അതായിരുന്നു നന്ദു ആലോചിച്ചത്. പിന്നെ കാര്യങ്ങളൊക്കെ പെട്ടെന്നായിരുന്നു. മണിക്കൂറുകൾ നീളുന്ന ഓപ്പറേഷൻ കഴിഞ്ഞ് കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞ ശേഷമാണ് എല്ലാവരും ഒരു ഭാഗത്തിരുന്നത്. റൂമെടുത്ത് സേതുമ്മയെ റൂമിൽ കിടത്തി. അകത്ത് കിടക്കുന്ന ദത്തിനേക്കാൾ വയ്യാതെയായതും ക്ഷീണിച്ചതും സേതുമ്മയാണെന്ന് എല്ലാവർക്കും തോന്നി. അത്രത്തോളം അവർ ക്ഷീണിച്ചു പോയിരുന്നു. നേരം പുലർന്നതും ക്യാൻറ്റീനിൽ പോയി സേതുമ്മക്ക് കഴിക്കാൻ ഭക്ഷണം വാങ്ങിച്ചു കൊണ്ടുവന്ന് കഴിപ്പിച്ചതിന് ശേഷമാണ് നന്ദുവും അജുവും വീട്ടിലേക്ക് പോകുന്നത്. അതിനിടയിൽ വീട്ടിൽ നിന്നും വന്ന എല്ലാവരും പോയിരുന്നു. വലിയ ഡയലോഗ് മാത്രമാണൊക്കെ. ജിത്തുവിൻ്റെ പെങ്ങൾ അഹല്യ കൂടെ വന്ന ശേഷം നന്ദുവും അജുവും ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയത്. 2 പേർക്കും ജോലിയുള്ളത് കൊണ്ട് തറവാട്ടിലേക്ക് ഇതുവരെ വന്നിട്ടോ നന്ദുവിനെ കണ്ടിട്ടോ ഉണ്ടായിരുന്നില്ല. നന്ദുവിനെ കണ്ടതും അഹല്യ ചിരിച്ചെങ്കിലും നന്ദു കണ്ട ഭാവം നടിക്കാൻ പോയില്ല. ഇതുവരെ വീട്ടിലേക്കൊന്ന് വരികയോ കാണുകയോ ചെയ്തിട്ടില്ല. അതിനെല്ലാം പുറമെ ഒരു വയ്യായ്ക വേണ്ടി വന്നു അച്ഛനെയും അമ്മയും ഒന്നും വന്ന് കാണാൻ. എന്നിട്ട് അവളുടെ ഒലക്കമല കിടി, അത് എന്നോട്. അജുവിൻ്റെ കയ്യും പിടിച്ചുകൊണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ പെണ്ണ് പലതും പെറുപെറുക്കുകയായിരുന്നു. ആ ചിന്തകൾക്കനുസരിച്ച് കയ്യിലിരുന്ന് അജുവിൻ്റെ കൈ ഞെരിക്കുന്നതുണ്ടായിരുന്നു. നിനക്ക് ഭ്രാന്തായോ? പിന്നെ എനിക്കാണുള്ള സത്യത്തിൽ നല്ല ഭ്രാന്തുള്ളത്, ഇവിടെ ഭ്രാന്ത. നന്ദു അവനെ നോക്കാതെ തന്നെ പറഞ്ഞു. അജു പല്ല് കടിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു. വീട്ടിലെ കാറിൽ തന്നെയാണ് പോകുന്നത്. ഡ്രൈവറാണ് വണ്ടി ഓടിച്ചത്. ഇനി അതിൻ്റെ പേരിൽ സംശയമൊന്നും തോന്നരുതല്ലോ. അഭിനയം തീരെ പോരാ, എല്ലാവർക്കും മനസ്സിലായി കാണും. വണ്ടിയിൽ കയറിയതും നന്ദു അജുവിനിട്ടൊന്ന് കുത്തി. പിന്നെ അല്ലെങ്കിൽ ആ സമയം അഭിനയത്തിൻ്റെ കാര്യമൊക്കെ മറന്നു. എന്നാലും സംശയം തോന്നാനുള്ള തരത്തിലൊന്നും ഉണ്ടായില്ല. അവരൊക്കെ പോകുവോളം ഞാൻ ആ ചെയറിൽ തന്നെ ഉണ്ടായിരുന്നല്ലോ. പോയി കഴിഞ്ഞതിന് ശേഷം ഒന്ന് പവറായത്. അതിനൊന്ന് മൂടിയ ശേഷം അവൾ പുറത്തേക്ക് നോക്കിയിരുന്നു. വായിൽ വന്നത് പറയാൻ നിന്നാൽ പിന്നെ അതൊരു വൻ അടിയിൽ ചെന്ന് നിൽക്കും. എന്തിനാണ് വെറുതെ? ഒരാഴ്ച കടന്നുപോയി. ദത്തനെ ഓപ്പറേഷൻ കഴിഞ്ഞ് വീട്ടിലേക്ക് കൊണ്ടുവന്നു. സേതു അല്ലാതെ വേറെ ആരും ദത്തിനോട് ഇടപഴകാൻ പറ്റില്ല. മാറി നിന്ന് കാണാം, പക്ഷേ അടുത്തേക്ക് പോകാൻ പറ്റില്ല. നന്ദു ഡെയിലി ജോലിക്ക് പോകും. അജു വീട്ടിൽ തന്നെ. അവന്തിക്ക് പിന്നെ അവൻ കണ്ടിട്ടേ ഇല്ല. ഹാബി ഇടയ്ക്കൊക്കെ മണപ്പിച്ചുകൊണ്ട് പിന്നാലെയുണ്ട്. പക്ഷേ അവൾക്ക് വലിയ ശല്യമല്ല. കാരണം രാവിലെ പോയി വൈകിട്ടേ വരികയുള്ളൂ. വൈകിട്ട് വന്ന അധികവും റൂമിൽ തന്നെയാവും. ഭക്ഷണം കഴിച്ച് വേഗം കിടക്കുകയും ചെയ്യും. അതുകൊണ്ട് മുന്നിൽ വന്നതെന്ന് സൗകര്യം പോലൊരു ശല്യത്തിനില്ല. നാളെ ഉത്സവമാണ്. അതിൻ്റെ തിരക്കുകളിലാണ് എല്ലാവരും. പാർവതിയും പത്മാവതിയും രാധികയും അമ്പലത്തിലേക്ക് പോയിരിക്കുവാണ്. നന്ദുവും അജുവും റൂമിലുണ്ട്. സേതു, വെള്ളം. ദത്തൻ പതിയെ പറഞ്ഞതും ദത്തൻ്റെ ഡ്രസ്സ് മടക്കി ഷെൽഫിൽ വെക്കുകയെന്ന് സേതു ഓടി വന്നുകൊണ്ട് തിളപ്പിച്ച് ചൂടാറിയ വെള്ളം ഗ്ലാസ്സിലേക്ക് പകുതി ദത്തൻ്റെ ചുണ്ടിലേക്ക് ചേർത്ത് വെച്ച് കൊടുത്തു. സേതുവിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് തന്നെ ദത്തൻ പതിയെ വെള്ളം കുടിച്ചിറക്കി. സേതു ദത്തൻ്റെ ചുണ്ടുകൾ തുടച്ചു കൊടുത്ത ശേഷം തിരിഞ്ഞു നടന്നു. ദത്തൻ സേതുവിനെ തന്നെ നോക്കിക്കിടന്നു. ഓപ്പറേഷൻ കഴിഞ്ഞ് റൂമിലേക്ക് കിടത്തുമ്പോൾ കണ്ട സേതുലക്ഷ്മി എന്ന ഭാര്യയുടെ രൂപം അതെന്തായിരുന്നു? ഒരിക്കൽ കൂടെ ആ ദൃശ്യം മനസ്സിലേക്ക് പതിപ്പിക്കാൻ കഴിയില്ല. അത്രത്തോളം സങ്കടം തോന്നിയ രൂപമായിരുന്നു.
കണ്ണുകൾ കുഴിഞ്ഞുകൊണ്ട് താടി കുഴിഞ്ഞ് വാടി തന്ന ശേഷിച്ച ഒരു ശരീരം. അതായിരുന്നു സേതു. അതിൽ നിന്നും ഇപ്പോൾ ചെറിയ മാറ്റമുണ്ട്, പക്ഷേ പൂർണ്ണമായി പഴയ സേതു ആയിട്ടില്ല. ഈ കാലം വരെ എന്തുകൊണ്ടാണ് സേതുലക്ഷ്മി എന്ന ഭാര്യയെ താൻ കണ്ണിന് മുന്നിൽ കാണാതിരുന്നത്? എന്തുകൊണ്ട് ശ്രദ്ധിച്ചില്ല? 2 മക്കളെ പ്രസവിച്ചു, അവർ വലുതായി, അവർ വിവാഹം കഴിഞ്ഞു, അവർക്ക് മക്കളായി. എന്നിട്ടാണോ ഇങ്ങനെ ജീവൻ ഇവിടെ ഉണ്ടെന്ന് കണ്ണിൽ കണ്ടു തുടങ്ങിയത്? എന്തായിരുന്നു അതിന് കാരണം? അറിയില്ല, ഇന്നും അറിയില്ല. പണവും പ്രതാപവും ഇല്ലെന്നുള്ളതായിരുന്നു കാരണം. ആവാം, അമ്മ പറഞ്ഞതുപോലെ അവളെപ്പോലെ ഒരുവൾ കുടുംബത്തിന് ചേർന്നതല്ല. തൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ മാത്രം എന്നുള്ളത് കേട്ട് കേട്ട് തഴമ്പിച്ച് മനസ്സിൽ പതിഞ്ഞു. അമ്മയുടെ വാക്കുകൾ കേട്ട് ജീവിച്ചു. അവളുടെ വാക്കുകൾ ശ്രദ്ധിക്കാതെയായി. അതിൽ പിന്നെ അവൾ ഒന്നും പറയാതെയായി. അതുമായി പൊരുത്തപ്പെട്ടുകൊണ്ട് ജീവിച്ചു തുടങ്ങി. പിന്നെ പെട്ടെന്ന് എന്ത് പറ്റി? എന്താണൊരു ബോധോദയം വരാൻ കാരണം? ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഈ നെഞ്ചുവേദനയോ, തനിക്ക് എന്തെങ്കിലും പറ്റിയാൽ താനില്ലായ്മയിൽ ജീവിതം തീർക്കേണ്ടി വരുന്നവളെ കുറിച്ച് ചിന്തിച്ചപ്പോഴുണ്ടായ പേടിയോ? അതിൽ പിന്നെ ശ്രദ്ധിച്ചു തുടങ്ങി, കാണാൻ തുടങ്ങി, കേൾക്കാൻ തുടങ്ങി. മരിക്കുന്ന സമയമാണ് ഒരുപാട് തിരിച്ചറിവുകൾ ദൈവം തരുന്നത്. ആ തിരിച്ചറിവാണിതെന്ന് കരുതി. അതുകൊണ്ട് തന്നെയാണ് ഇനി ജീവിതത്തിലേക്ക് ഒരു മടങ്ങിവരവില്ലെന്ന് കണക്ക് കൂട്ടിയത്. പക്ഷേ ആ കണ്ണുനീരിൽ ദൈവം വീട് കാണും. സന്തോഷവും സമാധാനവും എന്തെന്നറിയാത്ത ആ ജന്മത്തിൻ്റെ കണ്ണുനീരിൻ്റെ ഫലമാണ് തൻ്റെ ഈ ജീവനെന്ന് എനിക്കെന്നറിയാം. ഇനി പഴയതുപോലെ ആയാൽ ഒരിക്കലും വേദനിപ്പിക്കില്ല, പൊന്നുപോലെ നോക്കിക്കൊള്ളാം. ചിന്തകൾക്കൊടുവിൽ ദത്തൻ്റെ കണ്ണുകളിൽ നിന്നും കണ്ണുനീര് ഒഴുകിയിറങ്ങി ബെഡിലേക്ക് വന്ന് വീണുകൊണ്ടിരുന്നു. ദത്താ, നീ ഉറങ്ങിയോ? അത് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് വരുന്ന രാവണിയെ നോക്കി സേതു ചേരിൽ നിന്ന് ചാടിപ്പടഞ്ഞുകൊണ്ട് എഴുന്നേറ്റു. ദത്തൻ സേതുവിനെ നോക്കി. ആ മുഖത്തൊരു മനുഷ്യനെ കണ്ട ഭാവമല്ല, വേറൊരു ഭാവമാണ്, പേടികലെന്ന ബഹുമാനം. നീ എൻ്റെ മകൻ്റെ അസുഖം ഒരു അവസരമായി എടുക്കുകയാണല്ലേ? അടുക്കളയിൽ കയറണ്ടല്ലോ, പോയി എനിക്കൊരു ചായ ഇട്ടിട്ട് വാ, വല്ലാത്ത തലവേദന. രാവണി പറഞ്ഞു തീർന്നില്ല. അതിനു മുമ്പ് സേതു റൂമിൽ നിന്നും പുറത്തേക്ക് എത്തി. രാവണി ചിരിച്ചുകൊണ്ട് ദത്തൻ്റെ അടുത്തേക്ക് വന്നിരുന്നു. ദത്തൻ അവരുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു. ഒരാഴ്ച ഹോസ്പിറ്റലിൽ നിന്നിട്ട് ഇന്ന് വൈകുന്നേരമാണ് വീട്ടിലേക്ക് വന്നത്. ആ നേരം വരെ ഈ സ്ത്രീയെ കണ്ടിട്ടില്ല. എന്നാൽ വൈകുന്നേരത്തിന് ശേഷം ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളതും ഇവരെയാണ്. ജിത്തു പറഞ്ഞതാണ്, പിന്നെയും എല്ലാവരും കേൾക്കെ പറഞ്ഞതാണ്. ഈ റൂമിൽ കയറരുത്, അച്ഛൻ്റെ അടുത്ത് ഇരിക്കരുത്, സംസാരിക്കരുത്, ഇൻഫെക്ഷൻ വരും എന്നൊക്കെ. എന്നിട്ട് അതൊന്നും കേൾക്കാതെ വന്നുകൊണ്ടിരിക്കുന്നു. വരുമ്പോൾ സേതുവിൻ്റെ നെഞ്ചിലൊരു കുത്തും. എത്താ സേതു, നിന്റെ കാരണം എനിക്കൊന്ന് ഉറങ്ങണമ്മേ, അമ്മ ഇപ്പൊ ചെല്ല്. ഒന്നും കേൾക്കാൻ വയ്യാത്ത പോലെ ദത്തൻ കണ്ണുകളടച്ച് കിടന്നു. രാവണി അയാളെ തുറിച്ചു നോക്കിക്കൊണ്ട് പുറത്തേക്ക് നടന്നു. ഇനി അവിടെ നിന്നിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് രാവണി മുറിയിൽ നിന്ന് ഇറങ്ങി. ഈ തളിയോട് മലയാളം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? സ്റ്റെപ്പിറങ്ങി താഴേക്ക് വരുന്ന നന്ദു സേതുവിന്റെ മുറിയിൽ നിന്നും വരുന്ന രാവണിയെ നോക്കി പെറുപെറുത്തു. ആ റൂമിൽ അറ്റാക്കിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുന്ന മകനാ, അല്ലാതെ നിങ്ങളുടെ മകൾ രാധിക 3ാമത് പ്രസവിച്ച് കിടക്കുകയല്ല. ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കാൻ. നന്ദുവിന്റെ കടുപ്പിച്ച വാക്കുകൾ കേട്ടതും രാവണി അവളെ ഒന്ന് തുറിച്ചു നോക്കി. അടുക്കളയിൽ നിന്നും വനജയെ സഹായിക്കുന്ന സേതുവും വനജയും പരസ്പരം നോക്കി ചിരിച്ചു. ഈ പെണ്ണ്, സേതു പതിയെ പറഞ്ഞുകൊണ്ട് ചിരി അടക്കാൻ പാടുപെട്ടു. അകത്ത് കിടക്കുന്നത് എൻ്റെ മകനാണ്. അവൻ്റെ കാര്യം വേറൊരാൾ പറഞ്ഞിട്ട് വേണ്ട, എനിക്കറിയാം. അവൻ എൻ്റെ മകനാണ്. അവനെ കുറിച്ച് മറ്റാരേക്കാളും പേടി എനിക്കുണ്ട്. അതുകൊണ്ടാ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കുന്നത്. എൻ്റെ ശ്രദ്ധ കിട്ടിയില്ലെങ്കിലേ എൻ്റെ കുഞ്ഞിന് വലതും പറ്റിയാലോ? രാവണി നന്ദുവിന് നേരെ മുഖം കടുപ്പിച്ചുകൊണ്ട് പറഞ്ഞു. നന്ദൊന്ന് ചിരിച്ചു. തള്ളക്ക് പറയുന്നത് കേട്ട് മിണ്ടാതെ പോയാൽ മതി. അത് ചെയ്യില്ല. ഇനിയും പറ, ഇനിയും കേൾക്കട്ടെ എന്ന ഭാവത്തിൽ വീണ്ടും പരുവാണ്. പറ്റും. ഈ കണക്കിന് പോയാൽ നിങ്ങളുടെ ശ്രദ്ധ അധികമായ വലതും പറ്റും. നിങ്ങൾ ജീവിച്ചിരിക്കാൻ നിങ്ങളുടെ മകനൊന്നും പറ്റാതിരിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ രാക്ഷസി മോന്തയും വെച്ചുകൊണ്ട് അങ്ങോട്ട് പോകരുത്. നന്ദവും വിട്ടുകൊടുക്കാൻ ഭാവമല്ലാതെ പറഞ്ഞു. അല്ലെങ്കിലും അവൾ വിട്ടുകൊടുത്തുകൊണ്ടുള്ള കളിയില്ലല്ലോ. രാവണി നന്ദുവിനൊന്ന് തുറിച്ചു നോക്കി. തള്ള ചവിട്ടിയ പിള്ള ചാവിലെന്നൊരു പഴമൊഴിയുണ്ട്. നിങ്ങളെപ്പോലുള്ള തള്ളമാരൊക്കെ ആണെങ്കിൽ ചവിട്ടാൻ കാല് പൊക്കിയാൽ മതി, അവിടെ തീർന്നു സകലതും. ഇനിയും ഒന്നും കേൾക്കാൻ വയ്യാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അവളുടെ മുന്നിൽ ഒറ്റയ്ക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്തത് കൊണ്ടോ രാവണി വേഗത്തിൽ അവളുടെ റൂമിലേക്ക് നടന്നു.